എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, ഒരു വ്യക്തിയെ പിശാച് അല്ലെങ്കിൽ വ്യക്തികൾ കീഴ്പ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പവും ഏറ്റവും തന്ത്രപ്രധാനവുമായ ഒരു ആയുധമാണ് ഭയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭയം നമ്മളുടെ ഉള്ളിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് വിട്ട് ആ ഒരു സ്പിരിറ്റിൽ നമ്മളെ അടിമപ്പെടുത്തി നമ്മളുടെ എല്ലാ ജീവിതത്തിൻ്റെ ക്രമങ്ങളെയും താളം തെറ്റിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെയും നമ്മൾക്കെതിരായി നിൽക്കുന്ന വ്യക്തികളുടെയും പ്രധാന തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ജീവിതത്തിൽ ജയം ഉണ്ടാകുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭയത്തിന് അടിമപ്പെടുവാനായിട്ട് പാടില്ല. കാരണം ഈ ഭയം പല വിധത്തിലുള്ള അസുഖങ്ങൾ നമ്മളിൽ കൊണ്ടുവരും. ഇനി ഭയം എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ജയങ്ങളൊന്നും നമ്മൾക്ക് കയ്യെത്തി പിടിക്കുവാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ തടയും. ഇനി അടുത്തത് എന്താണ്? ഭയം കാരണം പല നന്മകളും അനുഗ്രഹങ്ങളും നമ്മൾക്ക് നഷ്ടമാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊരു ചെറിയ ആയുധമാണെന്ന് തോന്നും. എന്നാൽ പിശാചും നമ്മൾക്കെതിരെയുള്ള മനുഷ്യരായിട്ടുള്ള ആൾക്കാരുമൊക്കെ പ്രയോഗിക്കുന്ന ഒരു വലിയതല്ല, ഒരു ചെറിയ ആയുധം, എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ് ഈ ഭയം എന്ന് പറയുന്നത്. ഭയപ്പെടുത്തി കീഴടക്കുക, അതാണ് പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മളുടെ പുറപ്പാട് പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കത് വ്യക്തമായിട്ട് കാണാം. അവിടെ എന്താണ്, ഈ ഫറവോനും സൈന്യവും എന്താണ് നമ്മുടെ ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് വരിക. എന്തിനാ? അവരെ പേടിപ്പിച്ച് കീഴടക്കി അവരെ മടക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വന്നത്. പക്ഷേ ദൈവം അവരുടെ നിലവിളിയെങ്കിൽ അവരെ വിടുവിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു, അല്ലേ? അവിടെ നമ്മൾക്ക് ആ ഒരു പുറപ്പാട് പുസ്തകത്തിനകത്തൊക്കെ നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, അവിടെ മുഴുവൻ ഇസ്രായേൽ മക്കളെ അവർക്ക് ഭയം കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. ഈ മിസ്രൈമ ശക്തി അവർക്ക് ഭയം കൊണ്ടിടുവാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ യേശു കർത്താവും അതാണ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഭയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കാതെ പോകും. ഓർക്കുക, നമ്മൾക്ക് എവിടെയെങ്കിലും എന്താ പറയുക, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോട്ട് നമ്മൾക്ക് പോകണം. ദൈവം ഒരുപക്ഷെ അവിടെ നമ്മൾക്കൊരു നന്മ ഒരുക്കി എന്ന് വിചാരിച്ചോ. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ ഭയമാണെങ്കിൽ നമ്മൾക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലേ? അവിടെ എല്ലാ നന്മകളും എല്ലാം ദൈവം നമ്മൾക്ക് അനുകൂലമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഫ്ലൈറ്റിൽ കയറുവാൻ ഭയമാണ്. അപ്പോൾ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ വില്ലനായിട്ട് ആരാ പ്രവർത്തിച്ചത്? ഭയമാണ് പ്രവർത്തിച്ചത്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കുഴപ്പമില്ല, ഫുൾ ആരോഗ്യമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവം നമ്മൾക്ക് ഫുൾ ആരോഗ്യം തന്നിട്ടുണ്ട്. എന്നാലും ഏതെങ്കിലും ഒരു ക്ലിനിക്കിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലാബിൻ്റെ മുൻപിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഫുൾ ബോഡി ചെക്കപ്പ്, 500 രൂപയുള്ളൂ, അല്ലെങ്കിൽ 1000 രൂപ, 1500 രൂപ. ഇന്ന് ഹോസ്പിറ്റലുകാർ മുഴുവൻ ഒരു പാക്കേജ് അങ്ങ് കൊടുത്തിരിക്കുക. എന്തിനാ? ഇത് വായിക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾക്കൊരു ചെറിയ ഭയം വരും. എന്താ? ഒന്ന് ചെയ്ത് നോക്കിയേക്കാം, ഇത്ര പൈസയല്ലേ ഉള്ളൂ, നമ്മൾക്ക് എന്ന് ചെയ്ത് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ പൈസ അവിടെ അവർ പിടിച്ചു മേടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാമ്പത്തിക നന്മ ഇവിടെ നഷ്ടമായി. ഇനി എന്താണ്? അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലോട്ട് ഒരു ചെറിയ അസുഖമായിട്ട് അങ്ങ് ചെല്ലും. ഇപ്പോൾ ഹോസ്പിറ്റലുകാരുടെയൊക്കെ തന്ത്രമാണ് അത്, ഡോക്ടർമാരുടെയൊക്കെ തന്ത്രമാണ് അത്. ഇന്നത്തെ നമ്മുടെ യൂട്യൂബിലുള്ള ഡോക്ടർമാരുടെയൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും, എൻ്റെ കർത്താവ് ഇല്ലാത്ത അസുഖമില്ല, എല്ലാ അസുഖവും നമ്മൾക്കുണ്ടെന്നങ്ങ് തോന്നിപ്പോകും, അല്ലേ? ഇവർ പറയുന്ന ആ ഒരു എന്താ പറയുക സിംറ്റംസ് ഒക്കെ അങ്ങ് നോക്കിക്കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾക്കുണ്ടെന്ന് അങ്ങ് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് വലിയ പൈസ മുടക്കി ഇതൊക്കെ ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഒന്നുമില്ല, എല്ലാം നോർമലാണ്. പൈസ കുറേ പോയി. അപ്പോൾ നമ്മുടെ സാമ്പത്തികത്തെ ചോർത്തിക്കളയാൻ, നമ്മളുടെ സമയത്തെ ചോർത്തിക്കളയാൻ, നമ്മളുടെ നന്മകളെ അപഹരിക്കുവാനൊക്കെ എന്താണ്, ഈ ഭയം എന്ന് പറയുന്ന ഒരു ചെറിയ ആയുധം മതി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ദൈവം വന്ന് പത്രോസിനോട്, അല്ലേ? പത്രോസ് എന്താണ്, ദൈവമേ അങ്ങാണെങ്കിൽ, കർത്താവെ അങ്ങാണെങ്കിൽ ഈ കടലിൻ്റെ മീതെ കൂടെ ഞാൻ അങ്ങോട്ടൊന്ന് നടന്ന് അങ്ങയുടെ അടുത്തോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. വന്നോളാൻ പറഞ്ഞു. പത്രോസ് നല്ല സുന്ദരമായിട്ട് ആ കടലിൻ്റെ മീതെ കൂടെ നടന്നങ്ങ് പോവുക. പക്ഷേ പുള്ളി എന്താണ്, ഇടയ്ക്കെത്തിയപ്പോൾ മുങ്ങിപ്പോയി. കാരണം എന്താ? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവനിൽ അവിശ്വാസം വന്നേ, ഭയം കയറിയിട്ട് ഇവനിൽ അവിശ്വാസം വന്നേ. എന്ന് വെച്ചാൽ ഇവൻ വിചാരിച്ചു ഞാൻ ഈ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകും എന്നുള്ളൊരു ഭയം പത്രോസിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചതും, അവൻ മുങ്ങിപ്പോകുവാനായിട്ട് തുടങ്ങി. അപ്പോൾ കർത്താവ് അവനെ പിടിച്ചു, അല്ലേ? കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവനെ രക്ഷിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഓർക്കുക, ഈ ഭയം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ താളങ്ങളെ മുഴുവൻ തെറ്റിക്കുകയും നമ്മൾക്ക് നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുന്ന ഒരു ചെറിയ പവർഫുൾ ആയിട്ടുള്ള ആയുധമാണ് ഈ ഭയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മെസ്സേജിലൂടെ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭയത്തിൻ്റെ സ്പിരിറ്റിനെ ദൈവം നമ്മളിൽ നിന്നും എടുത്തു കളയണം. അപ്പോൾ ഈ ഭയം നമ്മളുടെ ഉള്ളിൽ എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഭയം ഉണ്ടാകും, അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾക്ക്
വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം, അല്ലേ? ഇനിയിപ്പോൾ പേരൻസിനോട് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം. എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയും, അയ്യോ ഞാൻ തോറ്റു പോകുമോ, എനിക്കെല്ലാം ഓർമ്മ ലഭിക്കുമോ എന്നവർക്ക് ഒരു ഭയം. അങ്ങനെ സമസ്ത മേഖലകളിലും ഇന്ന് മനുഷ്യരെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഇന്ന് പിടിച്ചു കെട്ടുന്ന ഒരു പൈശാചിക തന്ത്രമാണ് ഭയം എന്ന് പറയുന്നത്. ഇനി വ്യക്തികളെ എടുത്തു നോക്കിക്കേ. നമുക്കെതിരെയുള്ള വ്യക്തികൾ അവർ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ എന്താ ചെയ്യുന്നത്? ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക ചെയ്യുന്നത്, അല്ലേ? നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും, നിനക്ക് അങ്ങനെ പറ്റും, ഇങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യരെന്താണ് നമ്മളെ ഭയപ്പെടുത്തും, വാക്കുകൾ പറഞ്ഞ് ഭയപ്പെടുത്തും. ഇവിടെയൊക്കെ എന്താണ് ഉദ്ദേശം? നമ്മളെ ഭയപ്പെടുത്തി കീഴടക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭയത്തെ നമ്മളിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എങ്ങനെ ഈ ഭയത്തെ നീക്കിക്കളയുന്നത്? നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അല്ലേ? ആരെയും കൊണ്ടേ പറ്റത്തുള്ളൂ? നമ്മുടെ ദൈവത്തിനെയും കൊണ്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭയപ്പെടേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് നമ്മളുടെ കരം പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളങ്ങ് തിരിച്ചറിയുക. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ അങ്ങ് മുട്ടുമടക്കി സബ്മിറ്റ് ചെയ്ത് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വചനം പറഞ്ഞു തരാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇനി ഇതിലും വലിയൊരു വചനം നമ്മൾക്ക് വേണോ? അല്ലേ? നമ്മൾ എത്ര പവർഫുൾ ആയിട്ടുള്ളൊരു വചനമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ഭയപ്പെടേണ്ടെന്നേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെങ്കിലും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലേ? ദൈവം നമ്മളോട് ചില വാഗ്ദത്തങ്ങൾ വ്യക്തമായിട്ട് ചില ആലോചനകൾ പറഞ്ഞു തന്നിട്ടുണ്ടാകും. എങ്കിൽ പോലും നമ്മൾക്ക് ചില വിഷയങ്ങൾ, അപ്പോൾ ഓർക്കുക, ദൈവം നമ്മൾക്ക് ചില ആലോചനകൾ, ചില അരുളപ്പാടുകൾ പറഞ്ഞു തരുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകരുത്. കാരണം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? ആ വാഗ്ദത്തത്തിൽ നമ്മൾ മുറുകെ പിടിച്ചോണം. അതിന് ഓപ്പോസിറ്റ് എന്തെങ്കിലുമൊക്കെ കൊണ്ടിടുവാൻ പിശാച് ശ്രമിക്കും. അവന് ശ്രമിക്കത്തേ ഉള്ളൂ, അത് നടക്കത്തില്ല. നമ്മളെ ഭയപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കും. പക്ഷേ ദൈവത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചോണം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചോണം. ദൈവത്തിൻ്റെ ആലോചനയിൽ നമ്മൾ അങ്ങ് ഉറച്ച് വിശ്വസിച്ചോണം. അപ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയം നമ്മളുടെ ഉള്ളിൽ കൊണ്ടയിട്ട് നമ്മളെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ കീഴടക്കുവാൻ നിൽക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നമ്മൾ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുക. ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമ്മൾക്ക് ജയം തരുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഞാൻ ഇന്ന് വേറൊരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തത്. ഞാൻ അതിനുള്ള അതൊക്കെ നോട്ടൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ആദ്യം രാവിലെ തന്നെ എനിക്ക് ഇത് സംസാരിക്കാനുള്ളൊരു ഗൈഡൻസ് കിട്ടി. അപ്പം ഞാൻ പിന്നീട് അത് സംസാരിക്കാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചതല്ല. എന്നാൽ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് വീണ്ടും എനിക്ക് ഈ ഒരു ടോപ്പിക്ക് തന്നെ സംസാരിക്കണമെന്നും ദൈവം ഇടപെടുവാനായിട്ട് ദൈവം എന്നെ കൊണ്ട് അത് സംസാരിപ്പിക്കുകയാണിപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കും നിങ്ങൾക്കുമൊക്കെ നമ്മളുടെ ജീവിതത്തിലെല്ലാം വരുന്ന ഒരു അബദ്ധമാണ് എന്ത് ഈ ഭയം എന്ന് പറയുന്നതും. ഭയപ്പെടുത്തി നമ്മളെ കീഴ്പ്പെടുത്തുവാനുള്ള പൈശാചിക തന്ത്രങ്ങളെ, മാനുഷിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞും ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മൾ ദൈവത്തിൽ അങ്ങ് മുറുകെ പിടിച്ചോളുക. അപ്പോൾ എന്താണ്? എല്ലാ ഭയത്തിൻ്റെ ദുരാത്മശക്തികളും നമ്മളെ വിട്ടുമാറുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് വചനം പറയുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.